വൈശാഖ മഹോത്സവ കാലത്ത് ബാവലിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചവരുടെ ആശ്രിതർക്ക് കൊട്ടിയൂർ ദേവസ്വം ധനസഹായം നൽകി. കോഴിക്കോട് സ്വദേശി നിഷാന്ത്, കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത് എന്നിവരാണ് കൊട്ടിയൂർ ദർശനത്തിനെത്തിയപ്പോൾ ബാവലിപ്പുഴയിൽ മുങ്ങിമരിച്ചത്. അക്കരെ കൊട്ടിയൂരിൽ നടന്ന ചടങ്ങിൽ ഇവരുടെ ആശ്രിതർക്ക് കൊട്ടിയൂർ ദേവസ്വം 2 ലക്ഷം രൂപ വീതം നൽകി. റവന്യൂ ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി രാജമാണിക്യം, ടൂറിസം പ്രിൻസിപ്പൽ സെക്രട്ടറി ബിജു എന്നിവർ ചേർന്നാണ് ധനസഹായം കൈമാറിയത്. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു അധ്യക്ഷത വഹിച്ചു. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK മധുസൂദനൻ, K ജനാർദ്ദനൻ, ബോർഡ് അംഗം രാമചന്ദ്രൻ, തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ NK ബൈജു, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ആക്കൽ ദാമോദരൻ നായർ, N പ്രശാന്ത്, C ചന്ദ്രശേഖരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ K ഗോകുൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട ആംബുലൻസിൽ വെച്ച് മരണപ്പെട്ട കുട്ടിയുടെ ആശ്രിതർക്കും ധനസഹായം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്സവ നഗരിയിൽ ദേവസ്വം ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് തുകയും കുടുംബാംഗങ്ങൾക്ക് നൽകുമെന്ന് കൊട്ടിയൂർ ദേവസ്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.